بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ ശ്രദ്ധയോടുകൂടി നാം നിർവഹിക്കേണ്ട അള്ളാഹുവിൻ്റെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം നമസ്കാരമാണ് എന്നത് നമുക്കേവർക്കും അറിയുന്ന സത്യമാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾ കൊണ്ട് അള്ളാഹുവോട് ചെയ്യേണ്ട ഈയൊരു ഇബാദത്ത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തും പള്ളിയിൽ തന്നെ പോയി ആ പള്ളികളിൽ നടന്നു വരുന്ന ഒന്നാമത്തെ ജമാഅത്തിന് തന്നെയാണ് നാം പങ്കെടുക്കേണ്ടത്. 27 ഇരട്ടി കൂലി കിട്ടും എന്ന് പറയപ്പെടുന്നത് ഒരു മുസ്ലിം അവൻ വീട്ടിൽ നിന്ന് തന്നെ വുളുവെടുത്ത് സുന്നത്ത് നമസ്കരിച്ച് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന ആ സമയം മുതൽ അവൻ്റെ പ്രതിഫലം ആരംഭിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ആ ഒന്നാമത്തെ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാ. നമസ്കാരത്തിൽ നമ്മൾക്ക് അബദ്ധങ്ങൾ വരാറുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്സാരമായിട്ട് നാം കാണുന്ന പലതും നമ്മുടെ നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയിൽ ബാധിക്കുമെന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ആമുഖമെന്നോണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്നവരാണ് സ്വർഗം ലഭിക്കുന്ന വിശ്വാസികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി. ഖാലു യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി? ഖാല ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്വഉൻ നാസി സരിഖതൻ അല്ലദീ യസ്രിഖു മിൻ സ്വലാത്തിഹി.
ഏറ്റവും വലിയ മോഷ്ടാവ് നിസ്കാരം മോഷ്ടിക്കുന്ന വ്യക്തിയാണ്. നിസ്കാരത്തിൽ കളവ് കളിക്കുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വകൈഫ യസ്രിഖു മിൻ സ്വലാത്തിഹി, ഒരാൾ എങ്ങനെയാണ് നിസ്കാരത്തിൽ കളവ് കാണിക്കുക? ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ യുതിമ്മു റുകൂഅഹ വല സുജൂദഹ, റുകൂഅോ സുജൂദോ ഒന്നും പൂർത്തിയാക്കാതെ വളരെ പെട്ടെന്ന് റുകൂഉം സുജൂദും ചെയ്തു തീർക്കുന്ന ആളുകൾ നിസ്കാരത്തിൽ മോഷണം നടത്തുന്ന ആളുകളാണ്. ഏറ്റവും വലിയ കള്ളൻ ഈ ഭൂമി ലോകത്ത് ഇതുപോലെ നിസ്കാരം കൃത്യമായി അടങ്ങി ഒതുങ്ങി താമസിക്കാതെ, അതേപോലെ അതിൽ ശാന്തതയില്ലാതെ തിരക്ക് കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയ മോഷ്ടാവെന്ന് നബിയുന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരങ്ങളെ, ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ നിസ്കരിക്കാൻ നിൽക്കും, എല്ലാ ചിന്തകളും ആ നിസ്കാരത്തിലാണ് വരിക, അല്ലേ? ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഒരു അമ്പ് പോകുന്ന സ്പീഡിലാണ് നമ്മളൊക്കെ നിസ്കരിക്കുക. ഇത് നമ്മുടെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്നതിൽ നിന്ന് തടസ്സമായി മാറുമെന്ന് നാം ഏറെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നമുക്കറിയാം, നിസ്കാരത്തിൽ അടങ്ങി ഒതുങ്ങി താമസിക്കാതെ നിസ്കാരം ശരിയാകൂല. ഒരു മനുഷ്യൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് ഇതുപോലെ നിസ്കരിക്കുന്നത് അവിടുന്ന് കാണുകയാണ്. അഥവാ റുകൂഅോ സുജൂദോ പൂർത്തിയാക്കാതെ വളരെ പെട്ടെന്ന് നിസ്കാരം അവസാനിപ്പിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ഏ മനുഷ്യ, ഇർജിഅ, നീ മടങ്ങ്, ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയും നിസ്കരിക്കണം. ആ വ്യക്തിയെ വിളിച്ച് അവസാനം പറഞ്ഞു കൊടുക്കുകയാണ്, എന്തേ? ഇദാ ഖുംത ഇല സ്വലാത്തി, നീ നിസ്കാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഫകബ്ബിർ, ആദ്യമായി നീ തക്ബീർ ചൊല്ലണം. നമ്മളൊക്കെ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ഇഖാമത്ത് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിലും ഇദാ സമഅതുമുൽ ഇഖാമ, നീ ഇഖാമത്ത് കേട്ടിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നതെങ്കിലും ഫംഷു ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് നീ നടന്നു പോകണം, ഓടിപ്പോകരുത്. നമ്മളൊക്കെ എങ്ങനെയാ? എല്ലാ വിഭാഗക്കാരും, മലയാളികളോടാണ് ഞാനിത് പറയുന്നത് കൊണ്ട് നിങ്ങളോടിത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇഖാമത്ത് കേൾക്കുന്നത് വരെ റൂമിൽ നിൽക്കും നമ്മൾ. ഇഖാമത്ത് വന്നാൽ പള്ളിയിലേക്ക് കുതിച്ചോടുകയാണ്, പാടില്ല. ഫംഷു ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നടന്നു പോകണം. വല തുസ്രിഉ, ഓടിച്ചാടി സ്പീഡിൽ പോകരുത്. വഅലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, ശാന്തതയോടെ ഗാംഭീര്യത്തോടെ വേണം അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് പോകാൻ. ഫഇദാ അദ്റക്തും, കിട്ടിയത് നിങ്ങൾ ഫഅതിമു, പൂർത്തിയാക്കിക്കോ. ഫഅതക്കും ഫഅതിമു, കിട്ടാത്തതോ പിന്നീട് നിങ്ങൾ ശേഷം പൂർത്തിയാക്കി കഴിഞ്ഞു. ഫഇദാ അദ്റക്തും ഫസല്ലു, ഇമാമിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയത് കൂടെ നിസ്കരിച്ചോ, ശേഷം ബാക്കിയുള്ളത് പിന്നീട് നിസ്കരിച്ചോ. ഇത് സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കുക, നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക. നടന്നു വേണം പള്ളിയിലേക്ക് പോകാൻ. പള്ളിയിലെത്തിയാൽ റസൂലുള്ളാഹി പറയുന്നു, തഹിയ്യത്തൊക്കെ നിസ്കരിച്ച് അവിടെ കാത്തിരുന്ന്, എല്ലാവരും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ വളരെ വേഗതയിൽ നിസ്കരിച്ച വ്യക്തിയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖുംത ഇല സ്വലാത്തി ഫകബ്ബിർ, നിസ്കാരത്തിലേക്ക് നീ വരുമ്പോൾ നീ തക്ബീർ ചൊല്ലണം, നിസ്കാരത്തിൽ കൈകെട്ടണം. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, അങ്ങനെ തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ഖുർആനിൽ നിനക്ക് അറിയാവുന്നത് ഓതിയിട്ട് സുമ്മർക ഹത്താ തതുമഇന്ന റാകിഅ, സുമ്മർക, പിന്നീട് നീ റുകൂഅ് ചെയ്യണം. ഹത്താ തതുമഇന്ന റാകിഅ, നീ റുകൂഇൽ ഒന്നടങ്ങി താമസിക്കണം. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ റുകൂഇൽ പോകുന്നു എഴുന്നേൽക്കുന്നു, അതല്ല. റുകൂഇൽ പോയാൽ ഒന്നവിടെ നീ നിൽക്ക്, ആ റുകൂഇലാകട്ടെ. എന്നിട്ടോ സുമ്മർഫ ഹത്താ തഅദില ഖായിമ, പിന്നീട് നീ
റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരണം. നീ ഒന്ന് നേരെ നിൽക്കണം. നമ്മളൊക്കെ എങ്ങനെയാ റുക്കൂഇൽ പോകുന്നു, അതേ സ്പീഡിൽ വരുന്നു, അതേ സ്പീഡിൽ സുജൂദിലേക്ക് പോകുന്നു? അങ്ങനെയല്ല. ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ ഒന്ന് നേരെ നിൽക്ക്. അവിടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നീ പ്രാർത്ഥിക്കും. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ. പിന്നീട് നീ സുജൂദിലേക്ക് പോകണം. നീ ശരിക്കും സുജൂദിലെത്തുന്നത് വരെ, സുജൂദിലെത്തിയിട്ട് അവിടെ ഒന്ന് അടങ്ങിക്കഴിയണം. നീ അടങ്ങി പാർക്കണം. നീ ആ സുജൂദിൽ ഒരല്പനേരം നിൽക്കണം. ഹത്താ തത്മഇന്ന ജാലിസ. സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ ആ ഇരുത്തമൊന്ന് പൂർത്തിയാക്കി അതിൽ അടങ്ങി നിൽക്കണം. വഫ്അൽ ദാലിക ഫി സ്വലാത്തിക കുല്ലിഹ. നിസ്കാരം കഴിയുവോളം ഇതേ ശാന്തതയിൽ വേണം നമ്മൾക്ക് ചെയ്യാൻ. നമ്മൾ ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കുന്നു. പക്ഷേ സഹോദര, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ആരും ഇത് പാലിക്കാറില്ല. ഇങ്ങനെ റുക്കൂഅോ സുജൂദോ പൂർത്തിയായി അതിൽ അടങ്ങിത്താമസിക്കാതെ നിസ്കരിച്ച വ്യക്തിയോട് റസൂലുള്ള ആദ്യം പറഞ്ഞത് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. മടങ്ങിയിട്ട് ഒന്നുകൂടി നിസ്കരിക്കും മനുഷ്യ, നിന്റെ നിസ്കാരം പൂർത്തിയായിട്ടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് പറയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, നോമ്പിൻ്റെ സമയത്തും നോമ്പല്ലാത്ത സമയത്തും നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ഇത് നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറയാണ് അതിമ്മുർ റുകൂഅ വസ്സുജൂദ്. നിങ്ങൾ റുകൂഉം സുജൂദും പൂർത്തിയാക്കണേ. അങ്ങനെ പൂർത്തിയാക്കണം. മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ മഅ്ശറൽ മുസ്ലിമീൻ ലാ സ്വലാത ലിമൻ ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദ്. റുകൂഇലോ സുജൂദിലോ തൻ്റെ മുതുക് അത് കൃത്യമായി പൂർത്തിയാക്കാതെ വെക്കുന്ന ആളുകൾക്ക് നിസ്കാരമില്ലേ മുസ്ലിമീങ്ങളെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. അത് നാം ഏറെ ഗൗരവത്തോടുകൂടി കാണണമെന്ന് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മരിക്കുകയാണെങ്കിൽ, ഈ റുക്കൂഅോ സുജൂദോ പൂർത്തിയാക്കാതെ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിലായിക്കൊണ്ടല്ല നാം മരിക്കുന്നത് എന്ന് പോലും സഹോദരങ്ങളെ ഹദീസിൽ ഉണ്ട്. അത് ഏറെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളെ കാണുകയാണ്. റആ റജുലൻ ലാ യുതിമ്മു റുകൂഅഹു വലാ സുജൂദഹു. റുകൂഇലോ സുജൂദിലോ പൂർത്തിയാക്കാത്ത ഒരാളെ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അവിടുന്ന് പറയാണ്, മനുഷ്യ നീ നിസ്കരിച്ചോ? അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ നിസ്കരിച്ചു. അപ്പൊ ഹുദൈഫ പറയാണ്, ലൗ മുത്ത അലാ ഗൈരി സുന്നത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ മുത്ത അലാ ഗൈരിൽ ഫിത്രത്തി അല്ലത്തി ഫതറല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹ. മനുഷ്യ നീ ഇതുപോലെ മരിക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂലിൻ്റെ മില്ലത്തിലായിക്കൊണ്ടല്ല നീ മരിക്കുന്നത് എന്ന് പോലും ഹുദൈഫ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ പറയുന്നുവെങ്കിൽ നാം അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി നാം കാണുക. റുക്കൂഇലും സുജൂദിലും മറ്റുള്ള സമയങ്ങളിലുമൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടങ്ങി പാർക്കാനും അടങ്ങി താമസിക്കാനും ശാന്തതയോടെ മെല്ലെ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സാവകാശത്തോടു കൂടി നിസ്കരിക്കണം. ഞാൻ എന്താ ഓതുന്നത് അതെനിക്കറിയണം, ഞാനെന്താ പറയുന്നത് അതെനിക്ക് മനസ്സിലാക്കണം. ഇത് യാന്ത്രികമായി വളരെ സ്പീഡിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ ആ നിസ്കാരം അള്ളാഹു തആല സ്വീകരിക്കുന്നതല്ല എന്നുകൂടി നാം ഗൗരവത്തോടു കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് നിസ്കാരം കൃത്യമായും പഠിപ്പിച്ചു തന്നത്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ഇമാമും ജമാഅത്തുമായിട്ട് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാമിനേക്കാൾ മുൻകടക്കുന്ന ആളുകളുണ്ട്, ഇമാമിനേക്കാൾ വേഗതയിൽ മുൻകടക്കുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി താക്കീത് നൽകുകയാണ്, അവർ പേടിക്കട്ടെ. അമ്മാ യഖ്ശാ അലൈക്കും, നിങ്ങളിൽ ചിലർ പേടിച്ചു കൊള്ളട്ടെ. എന്ത്? തൻ്റെ തല
കഴുതത്തലയാകുന്നത് അവർ പേടിക്കട്ടെ. ആരുടെ തലയാണ് കഴുതത്തലയാകുന്നത് പേടിക്കേണ്ടത്? നിസ്കാരത്തിൽ അല്ലേ ഇതേപോലെ ഇമാമിനെ മുൻകടക്കുന്ന ആളുകൾ, ഇമാമ് ഫാത്തിഹ ഓതി സൂറത്തോതി ആ സൂറത്തോതി തീരുന്നതിന് മുമ്പേ റുക്കോയിലെത്തുന്ന ആളുകൾ പാടില്ല. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇമാം റുക്കോയിലെത്തിയാൽ നമ്മൾ റുക്കോയിലേക്ക് പോകണം. ഇമാം എഴുത്തിദാലിലെത്തിയാൽ നമ്മൾ എഴുത്തിദാലിലേക്ക് വരണം. സഹാബത്ത് പറയാറുണ്ട്, എങ്ങനെയാ നമ്മൾ സുജൂദിൽ പോകേണ്ടത്? ഇമാമിൻ്റെ നെറ്റിത്തടം സുജൂദിൽ നിലത്ത് തട്ടുമ്പോഴായിരുന്നു ഞങ്ങൾ സുജൂദിലേക്ക് പോകാറുള്ളത്. ഇപ്പം നമ്മളും അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് നമ്മൾ സുജൂദിലേക്ക് പോകേണ്ടത്? ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ, ഇമാം പോകുമ്പോഴാണോ? അല്ല, ഇമാമിൻ്റെ നെറ്റിത്തടം സുജൂദിൽ നിലത്ത് തട്ടുമ്പോൾ നമ്മൾ എഴുത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകണം. ഇതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാമിനെ മുൻകടക്കുന്ന ആളുകൾ തങ്ങളുടെ തല കഴുതത്തലയാകുന്നത് പോലെ അത് ഭയപ്പെട്ടു കൊള്ളട്ടെ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇപ്പം നമ്മൾ എപ്പോഴും അടക്കത്തിലും ഒതുക്കത്തിലും നിസ്കരിക്കുക. നിസ്കാരം മോഷ്ടിക്കുന്ന, അടക്കമോ ഒതുക്കമോ ഇല്ലാതെ കോഴി അരിമണികൾ കൊത്തുന്നത് പോലെ, കാക്ക രക്തം കൊത്തുന്നത് പോലെ വളരെ പെട്ടെന്ന് കൊത്തി തീർക്കേണ്ടതല്ല ഈ നിസ്കാരം. ഇത് അള്ളാഹിനോട് ചെയ്യേണ്ട ഒരു ഇബാദത്താ. ഇതെൻ്റെ റബ്ബിനോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താ. ആ ഇബാദത്ത് സഹോദരങ്ങളെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇതേപോലെ നിസ്കാരത്തിൽ വരുന്ന മറ്റൊരു അബദ്ധമാണ്, എല്ലാ ഭാഗത്തേക്കും നോക്കുന്ന ആളുകളുണ്ട്. എത്ര ടൈമായി ചുമരിലെ ക്ലോക്കിന് നോക്കുന്നു, അല്ലേ? മറ്റുള്ളവൻ്റെ മൊബൈൽ നോക്കുന്നു, മറ്റുള്ളവൻ്റെ കീശയിൽ നിന്ന് വന്ന എത്ര റിയാലുണ്ടെന്ന് എണ്ണി നോക്കുന്നു. അതല്ല, പലരും നോക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിസ്കാരത്തിൽ നമ്മൾ മുകൾ ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ചുമരുകളിലേക്കൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. സൂറത പറയുന്നു, ചില ആളുകളൊക്കെ ഭയപ്പെട്ട് കൊല്ലട്ടെ, അവർ പേടിച്ചു കൊല്ലട്ടെ, അവരുടെ കണ്ണുകൾ റാഞ്ചപ്പെട്ടു പോകുമോ എന്ന്, കണ്ണ് കുഴഞ്ഞു മറിഞ്ഞു പോകുമോ എന്ന് അവർ പേടിച്ചു കൊള്ളട്ടെ. ആരാണവർ? നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുന്ന ആളുകൾ. സുജൂദിലാണ് നമ്മൾ നോക്കേണ്ടത്. അതെവിടെയും പ്രിയപ്പെട്ടവരെ, ഖുനൂത്തിൻ്റെ വേളയാകട്ടെ, മറ്റുള്ള സമയങ്ങളാ എവിടെയാകട്ടെ, നിസ്കാരത്തിൽ നാം സുജൂദിലേക്കാണ് നോക്കേണ്ടത്. അത് ആ നിലക്ക് തന്നെ സഹോദരങ്ങളെ, നാം ആ നിലക്ക് തന്നെ ആ വിഷയത്തിൻ്റെ ഗൗരവം അറിയേണ്ടതുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയങ്ങളിലും അതേപോലെ ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയങ്ങളിലും ആ സമയത്തെ മര്യാദകളും കടമകളും കടപ്പാടുകളും എല്ലാം വളരെ ഭംഗിയോടുകൂടി നാം ചെയ്യേണ്ടതുണ്ട്. അതാണ് ഖുശൂ ഉള്ള നിസ്കാരം, ഭക്തിയുള്ള നിസ്കാരം, പടച്ച റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിസ്കാരത്തിലേക്ക് നാം വരുമ്പോൾ ആ സൊഫിൽ വെച്ച് നാം നിയ്യത്ത് വേണം. നമ്മൾക്ക് നിയ്യത്ത് വേണം. നമ്മുടെ കാലുകൾ കിബിലക്ക് നേരെയാകണം. കൈ ഉയർത്തുമ്പോൾ കൈപ്പത്തി കിബിലക്ക് നേരെയാകണം. എന്നിട്ടോ അല്ലാഹു അക്ബർ പറയുമ്പോൾ നമ്മുടെ കൈപ്പത്തികൾ ചുമലിനും ചെവിക്കും മധ്യയാകണം. ആ നിലക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് ഇടത് കൈവിന്മേൽ വലത് കൈ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്, അവിടുത്തെ ചര്യ, അത് അവിടുന്ന് വെക്കുമായിരുന്നു. വലഹു യദഉൽ യുംന അല യദിഹിൽ യുസ്റ, അവിടുത്തെ വലത്തെ കൈ ഇടത് കൈമേൽ വെക്കുമായിരുന്നു. എവിടെ? അല സ്വദരിഹി, നെഞ്ചിലായിരുന്നു അള്ളാഹിൻ്റെ റസൂൽ കൈകെട്ടാറുള്ളത്. ആ നെഞ്ചിന് മുകളിലായിക്കൊണ്ട് അപായ ചിഹ്നം പോലെയല്ല, അതേപോലെ പൊക്കിളിലോ വയറിലോ അല്ല, മറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ കൽബിൻ്റെ മുകളിൽ. എവിടെയാണോ നമ്മുടെ കൽബ്, ആ കൽബിൻ്റെ മുകളാണ് ഈ നെഞ്ചിന് മുകളിലായിരുന്നു കൈവെക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അങ്ങനെ വെച്ച് അടക്കത്തിൽ ഒതുക്കത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി, അതേപോലെ ഫാത്തിഹ ചൊല്ലി, അറിയുന്ന സൂറത്തുകൾ പതുക്കെ ചൊല്ലി, പ്രിയപ്പെട്ടവരെ റുക്കൂഇൽ പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ കൈ ഉയർത്തി നാം അല്ലാഹു അക്ബർ പറയുക. 4 സന്ദർഭങ്ങളിൽ നാം കൈ ഉയർത്തേണ്ടതുണ്ട്. ഒന്ന്, പ്രാരംഭ പ്രാർത്ഥനയുടെ പ്രാരംഭ തക്ബീറിൻ്റെ നേരത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം. റുക്കൂഇലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിയിട്ട് വേണം അല്ലാഹു അക്ബർ പറഞ്ഞ് റുക്കൂഇൽ പോകാൻ. ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ
വീണ്ടും നമ്മൾ സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തണം. പിന്നീട് നാലാമത് കൈ ഉയർത്തേണ്ടത് സുജൂദിലേക്ക് പോകുമ്പോഴല്ല, 2 റക്അത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങൾ അഥവാ ഒന്നാമത്തെ തശഹുദ്, ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരുന്ന് 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ നാം കൈ ഉയർത്തിയിട്ട് വേണം അല്ലാഹു അക്ബർ എന്ന് പറയാൻ. 4 സന്ദർഭങ്ങളിൽ നാം കൈ ഉയർത്തുക. 1 തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ നേരത്ത്, 2 റുക്കൂഇൻ്റെ സമയത്ത്, 3 ഇഅ്തിദാലിൻ്റെ നേരത്ത്, 4 3-ാമത്തെ റക്അത്തിലേക്ക് നാം എഴുന്നേറ്റ് വരുമ്പോൾ അപ്പോഴാണ് നാം കൈ ഉയർത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടത്. ഇങ്ങനെ സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എങ്ങനെയാണോ ഞാൻ നിസ്കരിച്ചത് അങ്ങനെ തന്നെ സഹോദരങ്ങളെ നിസ്കരിക്കാൻ നാം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ സഹോദരങ്ങളെ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മളിൽ അബദ്ധങ്ങൾ വരാം. മനുഷ്യരല്ലേ, പല ചിന്തകളും വരാം. നല്ല ദുഃഖത്തോടു കൂടിയാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതെങ്കിൽ മനസ്സാകെ ഇളകി മറിയും. നല്ല സന്തോഷമാണെങ്കിലും ഇളകി മറിയും. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോൾ എന്താ പരിഹാരം? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, ഖുശൂഅോടുകൂടി നിസ്കരിക്കാൻ. ചിലർ പറയാറുണ്ട്, ഉസ്താദെ കണ്ണടച്ച് നിസ്കരിക്കുമ്പോൾ എൻ്റെ എല്ലാ ചിന്തയും പോകും, എനിക്ക് ഭക്തി കിട്ടും, ചെയ്യാൻ പറ്റുമോ? പാടില്ല. കണ്ണടച്ച് നിസ്കരിച്ചിട്ട് ഭക്തി കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. എന്തേ? ആ കണ്ണടക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാ. റസൂലുള്ള പറഞ്ഞത് എന്താ? നിസ്കാരത്തിൽ നീ സുജൂദിലേക്ക് നോക്കണം, നിസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കണം. അതുകൊണ്ട് ആ സുജൂദിലേക്ക് തന്നെ നോക്കാൻ നമ്മൾ ശ്രദ്ധ കാണിക്കുക. പിന്നെ ഇളകി മറിയുന്നുവോ ഹൃദയം? പല ചിന്തകളും വരുന്നുവോ? പാപങ്ങൾ പൊറുക്കുന്ന റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഈ കൈകളും ഉയർത്തിക്കൊണ്ട്, നാഥാ നിസ്കാരത്തിൽ എനിക്ക് ഭക്തി കിട്ടുന്ന ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ആരും മലക്കുകളല്ല. തെറ്റുകളിൽ നിന്ന് കാവൽ നിൽക്കാൻ അമ്പിയാക്കളെ പോലെ മയസൂമുകളുമല്ല. എല്ലാവരിലും അബദ്ധങ്ങൾ വരാം. പറയുന്ന എനിക്കും വരും, കേൾക്കുന്ന നിങ്ങൾക്കും വരും. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, നിസ്കാരത്തിൽ ഇമാമിൻ്റെ പിന്നാലെ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഖുർആൻ ചുമക്കൽ പോലും, ഖുർആനിലേക്ക് നോക്കൽ പോലും നല്ലതല്ല. റസൂലുള്ളാഹിന്റെ ചര്യക്കെതിരാണ്. എന്തേ? ആ ഖുർആൻ നമ്മൾ പിടിക്കുമ്പോൾ സുജൂദിലേക്ക് നോക്കാൻ കഴിയില്ല. അതേപോലെ കൈ കെട്ടാൻ കഴിയില്ല. ഇടത് കൈയിൻ്റെ മേൽ വലത് കൈ വെക്കാൻ കഴിയില്ല. അത് നെഞ്ചിൽ വെക്കാൻ സാധിക്കില്ല. അതേപോലെ പേജുകൾ മറിക്കുമ്പോൾ നമ്മൾക്ക് പല ഇളക്കങ്ങളും അനക്കങ്ങളും വരും. ഇതൊക്കെ ഒരുപാട് റസൂലുള്ളാഹിന്റെ സുന്നത്തുകളിൽ നിന്ന് നമ്മൾ മാറേണ്ടി വരും. ഇതിനൊക്കെ പരിഹാരം എന്താ? പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. നാളെ ഇൻഷാ അല്ലാഹ് ഈ ഫർളായ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അതിൽ വരുന്ന വീഴ്ചകൾക്ക് പരിഹാരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിഹാര മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയാം. ഇന്ന് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നിങ്ങളെ കാതലായി കേൾപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾ നമസ്കരിക്കുന്നു. ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഭക്തിയില്ലാതെ, ഖുശൂ ഇല്ലാതെ, നമസ്കാരത്തിൽ അടക്കമോ ഒതുക്കമോ ഇല്ലാതെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം പടച്ച റബ്ബിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കില്ല. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങു മനുഷ്യ, നീ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് നീ അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ ഒരു ഉപദേശം നമ്മൾ കേൾക്കുക. ഭക്തിയോടെ, ശാന്തതയോടെ, ഗാംഭീര്യത്തോടെ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ആർക്ക് വേണ്ടിയാ ഈ ഓടിച്ചാടി പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന നിസ്കാരം? ഈ നിസ്കാരം കിട്ടാഞ്ഞിട്ട് അള്ളാഹ്ക്ക് എന്തോ കുറയോ? നമ്മുടെ നിസ്കാരം കിട്ടിയിട്ട് വേണോ അള്ളാഹുവിൻ്റെ മുൽക്ക് വർദ്ധിക്കാൻ? നമ്മുടെ നിസ്കാരത്തിൽ തകരാറ് വന്നു പോയാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറയോ? ആർക്കും കുറയില്ല. നമ്മൾക്കാണ് ഇതൊക്കെ കുറയുക. നമ്മൾക്ക് നല്ലത് നിസ്കാരം നന്നാക്കിയാൽ നമ്മൾക്ക് നന്നത്, അല്ലേ? റസൂലുള്ളാഹി പറയുന്നില്ലേ, നീ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ അവസാനത്തെ അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമറൊക്കെ പറയാറുണ്ട്, അവസാനത്തെ നിസ്കാരമാണ് എന്ന നിലക്ക നീ നിസ്കരിക്കേണ്ടത്. ഇനിയൊരു നിസ്കാരത്തിനൊരു പക്ഷേ എനിക്കൊരു അവസരം ഉണ്ടാകൂല. അതുകൊണ്ട് ആ നിസ്കാരം പ്രിയപ്പെട്ടവരെ നല്ലതാക്കി മാറ്റാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മൾ. അതുകൊണ്ടാ നല്ല
ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ വീട്ടിൽ വെച്ച് റൂമിൽ വെച്ച് വുളൂ ചെയ്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ നിലക്കുള്ള ഖുശൂഉം ഭക്തിയും നമ്മൾക്ക് ലഭിക്കും. അതിന് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ അല്ലാഹു പൊറുക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ നിസ്കാരങ്ങളും നോമ്പും ഖുർആൻ പാരായണവും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതേപോലെ നിർഭയത്വമില്ലായ്മ എല്ലാം നീ മാറ്റി നിർഭയത്വം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെയും എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ശത്രുക്കളുടെ തന്ത്രങ്ങളെ നീ തോൽപ്പിച്ചു കളയണം റഹ്മാനെ. അവരെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. നിൻ്റെ ഇസ്സത്ത്, നിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന വീഴ്ചകൾ കൊണ്ട് ഞങ്ങളുടെ നല്ല കർമ്മങ്ങളെ നീ ഞങ്ങളിലേക്ക് തന്നെ വലിച്ചെറിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സർവ്വ മുസ്ലിമീങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൻ്റെ ഫിത്നയിൽ നിന്നും അതേപോലെ ഖബറിൻ്റെ ഫിത്നയിൽ നിന്നും അദാബിൽ നിന്നും നരകത്തിൻ്റെ കത്തിയാളുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാവിധ ദുഷ്ചിന്തകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. കേൾക്കുന്ന അറിവുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് അർഹമുറാഹിമീനായ നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله